എനിക്ക് സ്കൂൾ തൊട്ട് അറിയാവുന്നൊരു ചെക്കനുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കും. അതായത് ഗോൾഡ് മെഡൽ, സർട്ടിഫിക്കറ്റ്സ്, ബ്രില്യൻ വൺ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ, അങ്ങനെ ഒരു ടൈപ്പ്. അപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ എന്തോ റാൻഡായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ആർ യു റിയലി ഹാപ്പി എന്ന്. ആൻഡ് ആള് തന്ന ആൻസർ ഇച്ചിരി ഷോക്കിംഗ് ആയിരുന്നു. ആള് പറയായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്റെ ലൈഫിൽ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ കേട്ടപ്പോൾ ഇച്ചിരി ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ ഇത്ര പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാള് ഇങ്ങനെ പറയുമ്പോഴേക്കും, അപ്പൊ അവൻ പറയുമായിരുന്നു, ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഞാനിപ്പോൾ അതിന്റെ റിസൾട്ട്സിന്റെ പേര് മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ എന്റെ ക്യൂരിയോസിറ്റിയോ എഫേർട്ടോ ഒന്നും ആൾക്കാർ അങ്ങനെ മാറ്റർ ചെയ്തിട്ടില്ല. ഒരു പോയിന്റിൽ എന്റെ ലൈഫ് ഒരു പെർഫോമൻസ് ആയി മാറിയോ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവൻ പറയുന്നു, അങ്ങനെ ഏത് സമയവും ലൈക്ക് സ്റ്റഡി വെൽ, സ്കോർ വെൽ, മേക്ക് എവ്രി വൺ പ്രൗഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ട് പെർഫോം ചെയ്ത് വന്ന് ഞാൻ ഇപ്പൊ ഇച്ചിരി എക്സോസ്റ്റഡ് ആണ് എന്നിങ്ങനെ പറഞ്ഞു. ആൻഡ് ആ ഒരു ടൈമിലാണ് ഞാൻ സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് കാണുന്നത്, കണ്ടീഷണൽ സെൽഫ് വർത്ത്. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുവാണ് നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് മൊത്തം അച്ചീവ്മെന്റ്സിലാണ് എന്ന് വിചാരിക്കാന്ന് കരുതുക. സോ ദ ഡേഞ്ചർ ഈസ് ദിസ്, ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് ലൈഫിൽ ഒരു കുട്ടി ഫെയിലിയർ ഉണ്ടായാൽ പോലും അത് താങ്ങാനാവത്തില്ല. ദേ ഫീൽ ലൈക്ക് ദേ ആർ വർത്ത്ലെസ്. സംഭവം സക്സസ് അടിപൊളിയാണ്, സക്സസ് ഈസ് ബ്യൂട്ടിഫുൾ, നമ്മൾ എല്ലാവരും അതിന്റെ പിറകെ തന്നെയാണ്. But the thing is, when your entire self-worth depends on it, അതൊരു ഹെവി ബർഡൻ ആയിട്ട് മാറും. സോ ഈ ഒരു വീഡിയോ ഒരു കുട്ടി റിമൈൻഡർ ആയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ചേസ് യുവർ ഗോൾസ്, ഓൾവേസ് ചേസ് യുവർ ഗോൾസ്, വർക്ക് ഹാർഡ്, അതെല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ബട്ട് നെവർ മേക്ക് യുവർ മാർക്സ്, സാലറി ഓർ അച്ചീവ്മെന്റ്സ് ദ ഓൺലി പ്രൂഫ് ദാറ്റ് യു മാറ്റേഴ്സ്. ബിക്കോസ് നിങ്ങളൊരു റിപ്പോർട്ട് കാർഡ് അല്ല, നിങ്ങളൊരു മനുഷ്യനാണോ, മനുഷ്യൻ.